രാവിലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള റെസിപ്പിയാണ്. പക്ഷെങ്കിൽ ഈ പുട്ടുപൊടി നനയ്ക്കുന്ന കടമ്പ കടക്കുന്നതാണ് പലർക്കും പ്രയാസം. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള പാചകക്കാർക്ക് ഈ ടെക്നിക്ക് ഇച്ചിരി പ്രയാസമാണ്. പക്ഷെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ പുട്ടുപൊടി നനയ്ക്കാം. ആ ഒരു ചെറിയ റെസിപ്പിയാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ഈയിടെ ചായയുടെ റെസിപ്പി പോസ്റ്റ് ചെയ്തപ്പം ഒരുപാട് പേരത് കണ്ടു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെങ്കിൽ ആരോ എന്നോട് കോഫി റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പോസ്റ്റ് ചെയ്യാം. ഒന്ന് റെക്കോർഡ് ചെയ്യാനുള്ള താമസമുണ്ട്. അതുകൊണ്ട് ചെയ്യുന്ന ഉടനെ തന്നെ ഞാൻ എത്രയും വേഗത്തിൽ ആ റെസിപ്പി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീട്ടിൽ തയ്യാറാക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം തയ്യാറാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അരിപ്പൊടി ഞാനിവിടെ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നനയ്ക്കാനായിട്ടുള്ള വെള്ളമാണ് ആദ്യം ഒഴിക്കേണ്ടത്. പുട്ട് നനയ്ക്കുന്ന കാര്യമാണ് പറയുന്നത് കേട്ടോ. കുറച്ച് തണുത്ത വെള്ളവും കുറച്ച് ചൂടുവെള്ളം കൂടെയാണ് ഞാൻ ഒഴിച്ചത്. ഒരു ലൂക്ക് വാം വാട്ടറാണ് പുട്ടുപൊടി നനയ്ക്കാൻ നല്ലത്. അതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. വെള്ളത്തിന് ഒരുവിധ ഉപ്പ് വേണമെങ്കിൽ പുട്ടിന് ഉപ്പുണ്ടാവത്തുള്ളൂ. ഇനി നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഈ പൊടിയിലോട്ട് ചേർത്ത് നനയ്ക്കുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ഈ പരിപാടി. അപ്പം നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിന് ശേഷം ഒരു 2-3 ടേബിൾ സ്പൂൺ പൊടിയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. പൊടിയുടെയൊക്കെ മെഷർമെൻറ്റ് നിങ്ങൾക്ക് തന്നേക്കാം. എങ്കിലും പൊടി എത്രമാത്രം വറുത്തതാണ് അതനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിലൊരു ചെറിയ വ്യത്യാസം വരും. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളത്തിനകത്തേക്ക് പൊടി ഇട്ടതിന് ശേഷം ഇങ്ങനെ ഇത് കുറച്ച് നേരം നമ്മളൊന്ന് അടച്ചു വെച്ചേക്കണം. ഇളക്കരുത്. അപ്പോൾ ഇത് അടച്ചൊരു 5-10 മിനിറ്റ് ഇരുന്നോട്ടെ. അപ്പോൾ നമ്മൾ ആ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യാനുള്ള പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വെച്ചു. ഇത് മെല്ലെ പൊട്ടിച്ചെടുക്കുന്ന ഉടനെ പുട്ടുപൊടി കറക്റ്റായിരിക്കും. അപ്പോൾ ഇത് വെള്ളത്തിനകത്തോട്ട് ഇടുന്നത് കൊണ്ട് വെള്ളം ഫുൾ അബ്സോർബ് ചെയ്തിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആകുകയും ചെയ്യും പുട്ട്. ഇനി അളവെടുക്കണമെന്നില്ല. എത്ര ക്വാണ്ടിറ്റി വെള്ളം ഒഴിച്ചാലും അതിലേക്ക് ആ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യാനുള്ള പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 2-3 ടേബിൾ സ്പൂൺ പൊടിയും കൂടെ എക്സ്ട്രാ ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെക്കുക. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ആ ഫിംഗർ ടിപ്സ് കൊണ്ട് നമ്മളതിങ്ങനെ തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ പുട്ടുപൊടി മുഴുവൻ കറക്റ്റാണ്. പിന്നെ ഈ ചപ്പാത്തി കുഴയ്ക്കുന്ന പോലെ പ്രസ് ചെയ്ത് കുഴയ്ക്കാൻ പാടില്ല. ഫിംഗർ ടിപ്സ് കൊണ്ട് പതുക്കെ ഇങ്ങനെ നനച്ചെടുത്താൽ മതി. ഒരു ഏകദേശ കണക്ക് പറഞ്ഞാൽ 2 കപ്പ് പൊടിക്ക് ഒരു 1.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. പക്ഷേ ചില പൊടി നന്നായിട്ട് അങ്ങ് വറുത്ത് വെക്കും, കാരണം ഒരുപാട് നാൾ കേടുകൂടാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരു അല്പം കൂടെ വെള്ളം വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വറുത്ത പൊടിയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. നമ്മൾ വറുത്ത പൊടിക്ക് എത്രമാത്രം വെള്ളം ഒഴിക്കണമെന്നൊന്നും വിചാരിച്ച് ഭാരപ്പെടണ്ട. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ആ വെള്ളത്തിനകത്തോട്ട് ഈ പുട്ടുപൊടി ഇട്ട് കൊടുത്ത് ആ വെള്ളം മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന സ്റ്റേജ് വരെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക. പുട്ട് നനയ്ക്കാൻ ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. ഇനി എങ്ങനെയാണ് പുട്ട് നനഞ്ഞോന്ന് അറിയുന്നത്? ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ ഒരു ഉണ്ട പോലെ നമുക്ക് അത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ ഒന്ന് പൊടിച്ചു കഴിഞ്ഞാൽ അത് ക്രംബിൾഡായിട്ട് താഴെ വീഴുകയും ചെയ്യും. അങ്ങനെയാണ് പുട്ടുപൊടി നനഞ്ഞോന്ന് അറിയുന്നത്. കട്ടകളൊക്കെ നമ്മളൊന്ന് ഒരു ഫോർക്ക് കൊണ്ട് വല്ലതും ഒന്ന് പൊടിച്ച് ഇങ്ങനെ എടുത്താൽ മതി. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ ഇത് കട്ടയായിട്ട് തന്നെ നിൽക്കത്തുള്ളൂ, ഇത് പൊടിയത്തില്ല. പുട്ട് കട്ട കെട്ടി കിടന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് പുട്ട് നനച്ചെടുക്കാം. പുട്ടുപൊടി തയ്യാറാണ്. അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ പുട്ട് തയ്യാറാക്കുന്നത് ഫ്രം സ്ക്രാച്ച് ടിൽ ദി എൻഡ്, അതായത് പുട്ടുപൊടി നനയ്ക്കുന്നിടം തൊട്ട് പുട്ട് തയ്യാറാക്കി അഥവാ പുട്ട് പുഴുങ്ങുന്നതിൻ്റെതായിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഒരു കംപ്ലീറ്റ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്കായി തന്നേക്കാം. അതൊന്ന് ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് സ്റ്റേ സേഫ്.